ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഇതേ ഒരു മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. അയിലക്കറി വെക്കുന്ന ഒരു വീഡിയോ. ഈ മീൻകറി തയ്യാറാക്കുന്നത് എന്റെ അമ്മയാണ്. ആദ്യം ഈ മീനെല്ലാം ഒന്ന് നല്ലവണ്ണം റെഡിയാക്കി അങ്ങോട്ട് എടുക്കാൻ പെട്ടി വൃത്തിയാക്കി കഴുകി രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് കറി വെക്കുന്നത്. മീനെല്ലാം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഇത് നല്ലവണ്ണം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ. ആദ്യം ഈ കറി അങ്ങോട്ട് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ചതച്ചെടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഇടണം. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. ഇപ്പൊ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇത് ചട്ടിയായതുകൊണ്ട്, മൺചട്ടിയായതുകൊണ്ട് ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും. അപ്പൊ പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ആ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പൊടികൾ അങ്ങോട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ആ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഈ പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ അങ്ങോട്ട് മാറി അങ്ങോട്ട് തന്നെ ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ കുടംപുളിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കാണ്ടിരിക്കണേ. അത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അങ്ങോട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതില് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറി അങ്ങോട്ട് ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലും കൂടി അങ്ങോട്ട് ചേർത്ത് ഇത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും മീനെല്ലാം അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മീനെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടെ ഒന്നതങ്ങോട്ട് ചുറ്റിച്ചങ്ങോട്ട് കൊടുക്കാം. ഈ കയ്യിലൊക്കെ ഇട്ട് ഇളക്കുമ്പോഴേക്ക് ചിലപ്പോൾ അതിന്റെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതങ്ങോട്ട് ഇനി ഒന്ന് അടച്ചങ്ങോട്ട് വെച്ചിട്ട് ആ ചാറൊന്ന് കുറുകി വരണം. മീനൊക്കെ അങ്ങോട്ട് വേവണം വരെ ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി അയിലക്കറി ഇവിടെ റെഡിയാവേ. ഇത് കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയോ, നല്ല അടിപൊളിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേണം. അതുവരെ നന്ദി, നമസ്കാരം.